എന്തേ കാണിക്കുന്നത്? മാറി നിൽക്കാം അങ്ങോട്ട്. ഇങ്ങോട്ട് കോടതി ഉത്തരവായിട്ട് വന്നാലും പോവാതെ കുറ്റിടിച്ച് നിൽക്കും അവള്. അങ്ങോട്ട് ശിവാനി വേണ്ട, വിടവളെ. പ്രണവ്, ശിവാനി ഇറക്കി വിട് രണ്ടെണ്ണത്തിനെ. എങ്ങനെയോ തട്ടിക്കൂട്ടിയെടുത്ത എന്റെ കള്ളയൊപ്പുകളുമായി ഒരു ഫേക്ക് ഡോക്യുമെന്റും ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. നാണം ഉണ്ടാണോ നിനക്ക്? സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റിനെയാണോ നീ ഫേക്ക് എന്ന് പറയുന്നത്? നിനക്ക് എന്താടാ വിവരമില്ലേ? നിങ്ങളവിടെ മിണ്ടാതിരിക്കുക. ഞാൻ ഇവനോട് സംസാരിക്കട്ടെ. നിന്റെ കയ്യില് ഈ ഡോക്യുമെന്റ്സ് അല്ലേ ഉള്ളൂ? എന്റെ കയ്യില് വേറെ ചില ഡോക്യുമെന്റ്സ് ഇരിപ്പുണ്ട്. എന്താ, അത് കാണണോ നിനക്ക്? കാണിച്ചു തരാം. സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ അങ്ങനെ പല രേഖകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഈ ഡോക്യുമെന്റ്സ് വന്ന വഴി എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ഒരു വഴിയുമില്ല. നിന്ന് മുട്ട തർക്കം പറയാതെ ഇറങ്ങി പോവാൻ നോക്കി രണ്ടെണ്ണം. മിണ്ടാതിരിക്കടി അവിടെ. ഇങ്ങനെയൊരു ഡോക്യുമെന്റുമായിട്ട് വന്ന് ഇറങ്ങി പോടാന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ നിധിയുടെ കൈയും പിടിച്ച് ഇറങ്ങി തരുമെന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റി പ്രണവേ. എന്റെ കയ്യിലിരിക്കുന്ന രേഖകൾക്ക് മുമ്പിൽ നിന്റെ കോടതി ഉത്തരവുകൾക്കൊക്കെ പുല്ല് വിലയാണ്. ഇവള് നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളെ ഒഴിപ്പിക്കാനായിട്ട് പോലീസ് വരുമെന്ന്. പോലീസ് അല്ല, ഇനി പട്ടാളം വന്നാലും ഞാൻ കാണിക്കുന്ന രേഖകൾക്ക് മുമ്പില് അവർ തലകുനിച്ച് മടങ്ങിപ്പോവും. അറിയോ നിനക്ക്? നിന്റെ കയ്യിൽ എന്ത് കുന്തോ ഇരിക്കുന്നത്? വെറുതെ കിടന്ന് ഷോ കാണിക്കാതെ ഇവളെയും പിടിച്ച് ഇറങ്ങാൻ നോക്കടാ. ഇറങ്ങണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അതിനു മുന്നേ എന്റെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ്സ് നീ ഒന്ന് കാണണം. കണ്ടേ പറ്റൂ. നോക്കി, എല്ലാ അവകാശങ്ങളും തനിക്കാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ഗൗതം പല കള്ള തെളിവുകളും ഉണ്ടാക്കിയെന്നിരിക്കും. അതൊക്കെ കേട്ടിട്ട് ഇറങ്ങി പോവാനാണ് ഉദ്ദേശമെങ്കിലേ കൂടെ എന്നെ പ്രതീക്ഷിക്കണ്ട, കേട്ടല്ലോ. ഗൗതം തന്നെ എഴുതി ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റ്സുകളാണ് ഏട്ടത്തിയുടെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഈ വീട്ടിൽ അതിക്രമിച്ച് കയറി താമസിക്കുന്നവരെ ഇറക്കി വിടാനുള്ള കോർട്ട് ഓർഡറും കയ്യിലുണ്ട്. പിന്നെ നീ എന്തിനാടാ ഭയക്കുന്നത്? ധൈര്യമായിട്ട് നിൽക്ക്. നീ ഒന്ന് വായിച്ചു നോക്ക്. എനിക്ക് നിങ്ങളെ ഒന്നും വായിച്ചു നോക്കേണ്ട ഒരാവശ്യമില്ല. ഈ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങി തരണമെന്ന് പറഞ്ഞാൽ ഇറങ്ങി തന്നേ പറ്റൂ. അതിന് വേണ്ട കോടതി ഉത്തരവുകളും രേഖകളും എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. തൽക്കാലം നീ ഇതൊന്ന് വായിച്ചു നോക്ക്. അപ്പം മനസ്സിലാവും നീ കൊണ്ടുവന്ന ഡോക്യുമെന്റ്സിനും കോടതി ഉത്തരവിനും എത്രത്തോളം വിലയുണ്ടെന്ന്. അത് കഴിഞ്ഞ് നിനക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. വായിക്ക്. പോണോ തന്നെ കുന്ത്രാടങ്ങള് ഇറങ്ങി പോണ വെളിയിലും അവൻ ഈ തട്ടി എറിഞ്ഞ് കളഞ്ഞതിന് എത്രത്തോളം വിലയുണ്ടെന്ന് അറിയോ നിധി? നിനക്കറിയാലോ അതെന്താണെന്ന്. അതിനി എന്ത് വിലയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് പുല്ല. പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് പടച്ചുണ്ടാക്കി എന്നെ ചതിക്കാൻ വേണ്ടി കൊണ്ടുവന്നതിന് ഈ ഡോക്യുമെന്റിനാണോ വില? എഴുത്ത് കടലാസിന്റെ വില പോലും കൽപ്പിച്ചിട്ടില്ല, കേട്ടോ? ദേ കിടക്കുന്നു നിന്റെ സർവാധികാരങ്ങളും സ്ഥാപിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്റ്സ്.
മാറി നിൽക്കണം അങ്ങോട്ട്. ഇവന്റെ ദേഹത്തിന് തൊട്ടു പോരുത്.